വീട്ടിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെയധികം പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ്. എനിക്കിവിടെ തക്കാളി കുറച്ച് ലാഭത്തിന് കിട്ടി. നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ലാഭത്തിന് കിട്ടുമ്പോൾ അത് മേടിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമല്ലേ. അപ്പോൾ ഈ തക്കാളി ഇങ്ങനെ ഇതേ രീതിയിൽ നമുക്ക് കിട്ടിയ അതേ രീതിയിൽ ഒത്തിരി നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഏത് മെത്തേഡാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചത് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാവുന്ന, പക്ഷെ ഓൾറെഡി ഇവിടെ മേടിച്ച കുറച്ച് സോസ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് വീണ്ടും സോസ് ഉണ്ടാക്കിയാൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വിചാരിച്ചു അങ്ങനെയെങ്കിൽ നമുക്ക് കറികൾക്കും എന്തിനും തക്കാളി ഇടുന്ന കറികൾ ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കറികൾക്ക്, അത് നോൺ വെജ് ആവട്ടെ വെജ് ആവട്ടെ, ഏത് കറികൾക്കാണോ നിങ്ങൾക്ക് തക്കാളി യൂസ് ചെയ്യേണ്ടത് അതിന് പകരം ഈ സോസ് 2-3 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് യൂസ് ചെയ്താൽ മതി. ആ ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് തക്കാളി ഇതേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് കണക്കൊന്നുമില്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് എത്രയും തക്കാളി കൂടുതൽ കിട്ടുന്നോ അത് എത്രയും വേണോ അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഈ പാത്രത്തിന് ഒരു പാത്രം ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയാ കിട്ടിയത്, അത് മൊത്തം ഞാനിങ്ങനെ എടുത്ത് കേട്ടോ. കാരണം ഇപ്പോൾ വെജിറ്റബിൾസിൽ ഏറ്റവും വില കുറവ് തക്കാളിക്ക് മാത്രമേ ഉള്ളൂ. കിലോ 10 രൂപയുടെ ഉണ്ട്, 20 രൂപയുടെ ഉണ്ട്, 30 രൂപയുടെ ഉണ്ട്. അത് ക്വാളിറ്റി അനുസരിച്ച്. ഇതുപോലെ വലിയൊരു ചരുവത്തിൽ ആവശ്യമുള്ള തക്കാളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അരിഞ്ഞ് ചെറുതായിട്ടോ വലുതായിട്ടോ, ഒത്തിരി വലുത് വേണ്ട, ഇതുപോലെ ഇച്ചിരി ചെറുതായിട്ട് അരിഞ്ഞിനി നമുക്കിതിനെ ഒന്ന് വേവിക്കണം. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, തക്കാളി മാത്രം അരിഞ്ഞിട്ടിട്ടേ ഉള്ളൂ. ഞാനിത് അടുപ്പിൽ വെച്ചു. ആദ്യം നമുക്ക് ചെറു തീയിൽ വെക്കാം. അതായത് ഈ തക്കാളിയിൽ നിന്നും ഇതിന്റെ വെള്ളം ഒന്ന് ഇറങ്ങട്ടെ. അതിനുശേഷം നമുക്ക് തീ കൂട്ടി വെച്ചാൽ മതി. കാരണം നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതിനകത്തു നിന്നും ഇതിന്റെ ജ്യൂസ് ഇറങ്ങണം. ഞാൻ അപ്പോൾ അതേ തീ മീഡിയത്തിലാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് നോക്കണേ, അടിക്ക് പിടിക്കത്തില്ല, കാരണം ഇതിൽ നിന്ന് നീരിറങ്ങും. എന്തായാലും ഒരു 4-5 മിനിറ്റോളം ഇങ്ങനെ ഇരുന്ന് വേവട്ടെ. ഇപ്പൊ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. എരപ്പ് കേൾക്കുന്നുണ്ടോ? ആ വെള്ളം ഇറങ്ങി തുടങ്ങുന്നതിന്റെ സൗണ്ടാണ്. അപ്പോൾ ഒരു കാര്യം ഇതിൽ പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വറ്റൽ മുളക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എരി അനുസരിച്ച്, എരി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക്, കുറവ് വേണമെങ്കിൽ കുറവ്, അങ്ങനെ ഒരു 5, 10, 15 വറ്റൽ മുളക് നിങ്ങൾക്ക് ഇതിൽ ഇടാം. ഞാനിപ്പോൾ വറ്റൽ മുളകല്ല യൂസ് ചെയ്യുന്നത്, മുളക് പൊടിയാണ്. അതുകൊണ്ടാണ് ഇതിലിപ്പോൾ ഒന്നും ചേർക്കാത്തത്. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഏകദേശം ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്ന സെയിം മെത്തേഡാണ് കേട്ടോ. പിന്നെ ചെറിയ ഇൻഗ്രീഡിയൻസിന്റെ ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ആവിയൊക്കെ വന്ന് തുടങ്ങി. വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. ഇപ്പൊ ദേ നന്നായിട്ട് തിളച്ച് തുടങ്ങി, കണ്ടോ വെള്ളം ഇറങ്ങുന്നേ. ദേ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് വേവണം ഇതേ. അപ്പൊ ഇത് വെന്തങ്ങ് താഴുമേ, അതുകൊണ്ടാണ് ഞാൻ ഈ ചരുവത്തിൽ തന്നെ അങ്ങ് വെച്ചത്. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇനി ലേശം തീ കൂട്ടിയിട്ടാലും കുഴപ്പമില്ല കേട്ടോ, എങ്കിലും ഇടയ്ക്ക് നോക്കണം അടിക്ക് പിടിക്കുന്നു. ഇപ്പം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു. ഇതേ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ടേ. ഇത് വെന്തുടഞ്ഞു. നന്നായിട്ട് വേവണം, അതാ കണക്ക് കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി ഇത് ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാ. തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് തണുത്തതിന് ശേഷം ഞാൻ അരച്ചെടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ അരിയോ അതിൻ്റെ തൊലിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ തൊലിയും അരിയും എല്ലാം കൂടെ കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പം നമുക്കിതിൻ്റെ ഈ പൾപ്പ് മാത്രം മതി. ഇതിനി നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകണം, അതാണ് പരുവം. ഇതുവരെ നമ്മൾ ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല. ഇതൊന്ന് തിളക്കട്ടെ. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ അടിക്ക് പറ്റുമേ. ഞാൻ തീ കൂട്ടി തന്നെയാണ് ഇട്ടേക്കുന്നേ. ഇതിപ്പോ തിളച്ച് തുടങ്ങി. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടിക്ക് പിടിക്കുമേ. അപ്പൊ നന്നായിട്ട്
ആവിയും വന്നു തുടങ്ങി. ഇനി ഞാൻ ചേർക്കുന്നത് ഇതിലേക്ക് മുളക് പൊടി. ആദ്യം ഞാൻ പറഞ്ഞല്ലോ വറ്റൽമുളക് മുളക് ചേർത്തവര് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യണേ. ഞാനത് ചേർത്തിട്ടില്ല. ഇതിലേക്ക് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതില് ഞാൻ വേറെ മസാലകൾ ഒന്നും ചേർക്കുന്നില്ല. കാരണം നമുക്ക് ഈ തക്കാളിയുടെ സോസ് എന്ന് പറയുന്നത് പല കറികൾക്കും യൂസ് ചെയ്യാം. ഇപ്പൊ തേങ്ങ അരച്ചുള്ള മീൻകറി ആണെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ ചേർക്കാം. ചിക്കൻ, ബീഫ്, പിന്നെ തക്കാളി ചേർക്കുന്ന ഏതൊക്കെ കറികളുണ്ടോ അതിനകത്തെല്ലാം ചേർക്കാം. അപ്പോൾ ഇതിന്റെ എല്ലാം മസാലകൾ വ്യത്യാസമാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ മുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഗരം മസാല അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല. ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇച്ചിരി കുറഞ്ഞിരുന്നാലും മതിയെ. കാരണം നമ്മൾ കറികളിൽ ഒഴിക്കുമ്പോൾ ആ കറിയുടെ ഉപ്പും കാണുമല്ലോ. അപ്പൊ ഉപ്പ് ഒത്തിരി ആകാൻ പാടില്ല. അതുകൊണ്ട് ഉപ്പ് കുറച്ച് മതി. കെച്ചപ്പ് ഉണ്ടാക്കുന്നവർ ഈ സമയത്താണ് പഞ്ചസാര, ഗരം മസാല, ലേശം ഉപ്പ് ഇതൊക്കെ ചേർക്കുന്നത് കേട്ടോ. തീ ഞാൻ കൂട്ടിയാ ഇട്ടേക്കുന്നേ. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പൊ ഇത് കുറച്ച് പറ്റട്ടെ. ഇപ്പൊ ഒരു ഏകദേശം 10 മിനിറ്റോളമായി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് തെറിക്കാതിരിക്കാൻ ഒരു പകുതി ഞാനൊന്ന് അടപ്പ് വെച്ച് അടച്ചേക്കുവാണേ. അത് നന്നായിട്ട് തെറിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കയ്യിലും നമ്മുടെ സ്റ്റൗവിലും എല്ലാം തെറിക്കും. തീ ഞാൻ മീഡിയത്തിലാണ് ഇട്ടേക്കുന്നേ. ഇപ്പൊ ഇത് ഏകദേശം ഒരു 15-20 മിനിറ്റോളം മീഡിയം തീയിൽ കിടന്ന് വറ്റിയതാണ്. അപ്പോൾ ഇത്രയും മതി. ഞാൻ ഈ പരുവത്തിന് ഓഫ് ചെയ്യൂ. അതേ കണ്ടോ, നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ഇതിന്റെ ടേസ്റ്റ് നോക്കുമ്പോൾ നല്ലൊരു ചട്നിയുടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല, കാരണം സ്പൈസി ആണല്ലോ, ഉപ്പും ഉണ്ട്, മുളകും ഉണ്ട്. അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് ഒരു ബോട്ടിലാക്കി വെക്കാം. ഗ്ലാസിന്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ആക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ലാസ്റ്റില് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി. കാരണം ഇത് നമുക്ക് കുറെ നാൾ വെച്ചേക്കാനുള്ളതാണല്ലോ. ഇത് മാസങ്ങളോളം നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഗ്രേവിയാ. നന്നായിട്ട് തണുത്ത ശേഷം ബോട്ടിലാക്കി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് കറിക്കാണോ തക്കാളി ആവശ്യമുള്ളത് ആ സമയത്ത് ഇതിൽ നിന്നും 2-3 ടേബിൾ സ്പൂൺ വെച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ നിന്ന് തന്നെ നമുക്ക് പല സംഭവങ്ങളും ഉണ്ടാക്കാം. ഞാൻ ഈ ഗ്രേവിക്കകത്ത് ഡാളില്ലേ, നമ്മുടെ ചന ഡാള് വേവിച്ചിട്ട് ഈ ഗ്രേവി കുറച്ചൊഴിച്ച് മിക്സ് ചെയ്ത് അതൊരു കറി പോലാക്കും. പിന്നെ ഈ ഗ്രേവിക്കകത്ത് കുറച്ച് കായംപൊടിയും ഉലുവാപ്പൊടിയും കൂടി ഇട്ടാല് നല്ലൊരു അച്ചാറിന്റെ ടേസ്റ്റ് കിട്ടും. അങ്ങനെയും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഇത് നമുക്ക് പല രീതിയിലും നമുക്കിതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അപ്പൊ തക്കാളി കൂടുതൽ കിട്ടുന്നവര് തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.